കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹ അഭിവാദനങ്ങൾ. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതിൽ വെച്ച് ജീവിതത്തിലെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള വാക്കെന്ന് പറയുന്നത് പ്രതീക്ഷയാണ്. നമ്മളേവരും ജീവിക്കുന്നത് ഈ വാക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. പ്രതീക്ഷ എന്നുള്ള വാക്ക് ക്വാളിറ്റി ഉള്ളതായി തീരണമെങ്കിൽ 3 വാക്കുകൾ കൂടി ചേരുമ്പോഴാണ്: വിശ്വാസം, കാത്തിരിപ്പ്, ക്ഷമ. നമ്മുടെ ജീവിതത്തിൻ്റെ നിർണായക നിമിഷങ്ങളിൽ പ്രതീക്ഷയോടുകൂടെ നമ്മൾ കാത്തിരിക്കുമ്പോൾ ആ സ്വപ്നം നമ്മുടെ ജീവിതത്തിൽ സാക്ഷാത്കരിക്കപ്പെടുന്നത് വിശ്വാസത്തോടുകൂടെ, ക്ഷമയോടുകൂടെ നാം കാത്തിരിക്കുമ്പോഴാണ്. സദൃശ്യവാക്യങ്ങൾ 3-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും സുപരിചിതമായ വാക്യഭാഗമാണ്. ഇത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള വേദഭാഗമാണ്. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക. അറിവുകളിൽ സമ്പന്നനെന്ന് വിശേഷിപ്പിക്കുന്ന ശലോമോൻ രാജാവ് വളരെ ധൈര്യത്തോടുകൂടെ ഇരിക്കുവാൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വേദഭാഗമാണ് ഇത്. ഇതൊരു പക്ഷേ ജീവിതത്തിൻ്റെ നിർണായക നിമിഷങ്ങളിൽ ഇതൊരു ദിശാസൂചികയാണ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. അല്ലെങ്കിൽ ഇതൊരു കോമ്പസ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കുവാനായിട്ട് സാധിക്കും. ജീവിതത്തിൽ പ്രതീക്ഷയില്ലാതെ നമ്മൾ നിൽക്കുമ്പോൾ, ജീവിതത്തിൽ ദുരന്തങ്ങളുടെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ, ജീവിതത്തിൽ ഒന്നുമില്ലാത്ത ഒരു അനുഭവത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ഈ വാക്യഭാഗം പലപ്പോഴും നമുക്ക് വഴികാട്ടിയായി മാറാറുണ്ട്. സ്വന്തം വിവേകത്തിൽ ഊന്നാതെ എല്ലാ വഴികളിലും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ നിൽക്കുമ്പോൾ ദൈവം നമുക്ക് തരുന്നത് നമ്മുടെ പ്രതീക്ഷകൾക്ക് പുതിയ സ്വപ്നമാണ്. നമ്മുടെ പുതിയ പ്രതീക്ഷകൾക്ക് പുതിയ ചിറകുകൾ ദൈവം നമുക്ക് ധൈര്യം പകരുവാനായിട്ട് പകർന്നു നൽകും. പ്രതീക്ഷ നമ്മളെ സ്വപ്നം കാണുവാനാണ് പഠിപ്പിക്കുന്നത്. നമുക്കൊരു ചോർന്നൊലിക്കുന്ന ഒരു ഭവനമുണ്ടെങ്കിൽ ഇതൊരു ഭവനമില്ലാത്തവൻ്റെ സ്വപ്നമാണ്. നമുക്കിന്ന് നല്ല ആരോഗ്യമുണ്ടെങ്കിൽ ഇത് ആരോഗ്യമില്ലാത്തവൻ്റെ ഒരു സ്വപ്നമാണ്. നമുക്ക് മക്കളെ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ഇത് മക്കളില്ലാത്തവൻ്റെ സ്വപ്നമാണ്. ഈ ജീവിത നിർണായക നിമിഷങ്ങളിൽ പലപ്പോഴും ദൈവത്തിൻ്റെ വചനം നമ്മളെ ധൈര്യപ്പെടുത്തുന്നത് ദൈവമക്കൾ എന്ന നിലയിൽ ദൈനംദിനം ജീവിതത്തിൽ എങ്ങനെ ആയിരിക്കണമെന്ന് ഈ വാക്യഭാഗം നമുക്കൊരു വഴികാട്ടിയായി നൽകുമ്പോൾ ജീവിതത്തിൽ എല്ലാ ദിവസവും ജ്ഞാനത്തോടെ ജീവിക്കുവാനുള്ളൊരു വഴിയാണ് ഈ വാക്യം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ജീവിതത്തിൽ നമ്മൾ ദുരന്തങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, യാതൊരുവിധ പ്രതീക്ഷയും ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ നിൽക്കുമ്പോൾ ദൈവം നമ്മളെ ധൈര്യപ്പെടുത്തുന്നത് നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. എപ്രകാരമാണ്? നമ്മുടെ പ്രതീക്ഷകൾക്ക് പുതിയ ചിറകുകൾ വയ്ക്കുവാൻ ദൈവം നമുക്ക് വഴി കാട്ടിത്തരും. ആ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ, ആ പാതയിലൂടെ ധൈര്യത്തോടുകൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ സ്വർഗത്തിലെ ദൈവം നിർണായക നിമിഷങ്ങളിൽ ഒരു ദിശാസൂചിക എന്ന പോലെ നമ്മെ ധൈര്യപ്പെടുത്തുവാൻ, നമ്മളെ ചേർത്ത് നിർത്തുവാൻ ദൈവത്തിൻ്റെ വചനം ധൈര്യം പകർന്നു തന്ന് വിശ്വാസത്തോടുകൂടെ, ക്ഷമയോടുകൂടെ നമ്മൾ കാത്തിരിക്കുമ്പോൾ നമ്മുടെ പ്രതീക്ഷ ഏറ്റവും പവർഫുള്ള ക്വാളിറ്റിയായി നമ്മുടെ ജീവിതത്തിലേക്ക് മടങ്ങി വരും. അപ്രകാരം ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ധൈര്യപ്പെടുത്തട്ടെ, നമ്മളോടുകൂടെ ഇരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.